Uliyanmala Road, Kattapana. Phone 89212-28651. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മൂന്നാറിൽ വീണ്ടും നിയമലംഘന യാത്ര. സാമൂഹ്യവിരുദ്ധർ വാഹനം തകർത്ത് പണം അപഹരിച്ചതായി പരാതി. ഇടുക്കിയിൽ 1.5 വയസ്സുള്ള കുട്ടി ബക്കറ്റിലെ വെള്ളത്തിൽ വീണ് മരിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. മൂന്നാറിൽ വീണ്ടും നിയമലംഘന യാത്ര. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഗ്യാപ് റോഡിന് സമീപമാണ് യുവാക്കൾ വാഹനത്തിന്റെ ജനാലയിൽ ഇന്ന് നിയമലംഘന യാത്ര നടത്തിയത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 8ലധികം വാഹനങ്ങളാണ് നിയമലംഘന യാത്ര നടത്തിയത്. പരിശോധന ശക്തമാക്കി മോട്ടോർ വാഹന വകുപ്പ്. കർശന നടപടി സ്വീകരിക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പ്. സാമൂഹ്യവിരുദ്ധർ വാഹനം തകർത്ത് പണം അപഹരിച്ചതായി പരാതി. പൂപ്പാറ ടൗണിൽ പാർക്ക് ചെയ്തിരുന്ന പിക്കപ്പ് വാഹനത്തിന്റെ ചില്ലുകൾ തകർക്കുകയും വാഹനത്തിനകത്ത് സൂക്ഷിച്ചിരുന്ന 2 ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടതായിട്ടാണ് പരാതി. ശാന്തൻപാറ സ്വദേശി പാറക്കൽ രാജേന്ദ്രനാണ് ശാന്തൻപാറ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. പരാതി നൽകി ദിവസങ്ങൾ പിന്നിട്ടിട്ടും നടപടി സ്വീകരിക്കാൻ പോലീസ് തയ്യാറായില്ല എന്നും ആരോപണം. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ് എന്ന് ശാന്തൻപാറ പോലീസ്. കഴിഞ്ഞ 11-ാം തീയതിയാണ് സംഭവം. പൂപ്പാറയിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ AI ക്യാമറയ്ക്ക് മുൻപിലായി പാർക്ക് ചെയ്തിരുന്ന പിക്കപ്പ് വാഹനത്തിന്റെ ചില്ലുകൾ തകർത്ത് സാമൂഹ്യവിരുദ്ധർ പണം അപഹരിച്ചതായി പരാതി. ശാന്തൻപാറ സ്വദേശി പാറക്കൽ രാജേന്ദ്രന്റെ വാഹനത്തിൽ നിന്നുമാണ് പണം അപഹരിച്ചത്. രാജേന്ദ്രന്റെ മകന്റെ കയ്യിലായിരുന്ന വാഹനം സാങ്കേതിക തകരാറിനെ തുടർന്ന് പൂപ്പാറ AI ക്യാമറയ്ക്ക് മുൻപിലായി പാർക്ക് ചെയ്യുകയായിരുന്നു. തുടർന്ന് പിറ്റേ ദിവസം വാഹനം എടുക്കുവാൻ എത്തിയപ്പോഴാണ് മുൻവശത്തെ ചില്ല് തകർത്തിരിക്കുന്നതായും വണ്ടിക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന 2,40,000 രൂപ മോഷ്ടിക്കപ്പെട്ടതായും അറിയുന്നത്. ഇതിനെ തുടർന്ന് രാജേന്ദ്രൻ ശാന്തൻപാറ പോലീസിൽ പരാതി നൽകി. ഒരാഴ്ച പിന്നിട്ടിട്ടും പോലീസ് നടപടിയെടുക്കാൻ തയ്യാറായില്ല എന്നും രാജേന്ദ്രൻ പറഞ്ഞു. 12-ാം തീയതി വൈകിട്ട് 7 മണിയോടുകൂടി എൻ്റെ കൊച്ചി എറണാകുളത്ത് വന്നു. അപ്പോൾ അവന് ബോഡി മട്ട് കാണാൻ വേണമെന്ന് വണ്ടി ചോദിച്ചു. വണ്ടി കൊടുത്തു വിട്ടു. ടൗണിൽ നിന്ന് കറങ്ങിയപ്പോൾ തന്നെ ഗീർ വീഴണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ AI ക്യാമറ ഫ്രണ്ടിൽ കൊണ്ട് വണ്ടി ഇട്ടിച്ച് കിടന്നു ഉറങ്ങാൻ വേണ്ടി റൂം എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ലോഡ്ജിൽ. അടുപ്പിൽ കിടന്നു. പിന്നെ രാവിലെ കൊച്ചി വണ്ടി ബുള്ളറ്റുമായിട്ട് വരുന്ന സമയത്ത് പുറത്തോട്ട് തിരിഞ്ഞ് കഴിയുമ്പോൾ ക്ലാസ് റൂട്ടിൽ കണ്ടു. അതിൽ 2 മണി എന്നെ വിളിച്ചറിയിച്ചു. ഞാൻ വൈകിട്ട് 3 മണി 4 മണി 5 മണി പരാതി കൊടുത്തിട്ടുള്ള പോലീസ് എത്തി അന്വേഷണം ആരംഭിക്കാത്തതിനാൽ റോഡരികിൽ നിന്നും വാഹനം മാറ്റുവാൻ സാധിച്ചില്ല എന്നും ഒരാഴ്ച കാലമായി വാഹനത്തിൽ ലഭിച്ച ഓട്ടം നഷ്ടപ്പെട്ടു എന്നും രാജേന്ദ്രൻ പറഞ്ഞു. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായും മോട്ടോർ വാഹന വകുപ്പിനോട് CCTV ദൃശ്യങ്ങൾ നൽകുവാൻ അപേക്ഷ നൽകിയതായും ശാന്തൻപാറ പോലീസ് പറഞ്ഞു. സിറ്റി വിഷൻ, രാജകുമാരി. ഇടുക്കിയിൽ 1.5 വയസ്സുള്ള കുട്ടി ബക്കറ്റിലെ വെള്ളത്തിൽ വീണ് മരിച്ചു. ശാന്തൻപാറ പേത്തൊട്ടിയിൽ ഇന്നലെ വൈകിട്ടാണ് സംഭവം.
അതിഥി തൊഴിലാളികളുടെ 1.5 വയസ്സുള്ള പെൺകുട്ടിയാണ് മരിച്ചത്. കൂത്തോട്ടുകുളംകാരുടെ ഉടമസ്ഥതയിലുള്ള ഏലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്ന മധ്യപ്രദേശ് സ്വദേശികളായ ഭഗദേവ് സിംഗ്, ഭഗൽവതി എന്നിവരുടെ കുട്ടിയാണ് മരിച്ചത്. ബാത്റൂമിലെ ബക്കറ്റിലെ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടി അബദ്ധത്തിൽ വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം. ശാന്തൻപാറ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ലക്ഷങ്ങൾ വിലമതിക്കുന്ന നൂൽക്കൽ യന്ത്രങ്ങൾ കാടുകയറി മൂടിയ കെട്ടിടത്തിനുള്ളിൽ തുരുമ്പെടുത്ത് നശിക്കുന്നു. ഇടുക്കി കുരിശുംബിയിലുള്ള ഖാദി ബോർഡിന്റെ പ്രവർത്തനം നിലച്ച നൂൽക്കൽ പരിശീലന കേന്ദ്രത്തിന്റെ കെട്ടിടവും ഇതിനുള്ളിൽ സ്ഥാപിച്ച യന്ത്രങ്ങളുമാണ് തുരുമ്പെടുത്ത് നശിക്കുന്നത്. കെട്ടിടത്തിന്റെ ജനച്ചില്ലുകളും വാതിലുകളും സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചു. തുരുമ്പെടുത്ത യന്ത്രങ്ങൾ മാറ്റി കെട്ടിടം ഇതര പ്രവർത്തനങ്ങൾക്ക് വിട്ടു നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തദ്ദേശീയരായ വനിതകളുടെ വരുമാനം ലക്ഷ്യമിട്ടാണ് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പഴയവിടുതി കുരിശുംപടിയിൽ ഖാദി ബോർഡിന്റെ നേതൃത്വത്തിൽ 2 വലിയ കെട്ടിടങ്ങൾ അടക്കമുള്ള സംവിധാനങ്ങൾ സ്ഥാപിച്ചത്. നൂൽക്കൽ, തേനീച്ച വളർത്തൽ എന്നിവയിലായിരുന്നു പരിശീലനം. പരിശീലനം കഴിഞ്ഞ വനിതകൾക്ക് ഇവിടെ തന്നെ നൂൽക്കൽ ജോലിയും നൽകിയിരുന്നു. എന്നാൽ വേണ്ട രീതിയിലുള്ള വരുമാനം ഇതിൽ നിന്ന് ലഭ്യമാകാതെ വന്നതോടെ തൊഴിലാളികൾ ഈ മേഖല ഉപേക്ഷിച്ച മറ്റു മേഖലകളിലേക്ക് മാറി. ഇതോടെ കേന്ദ്രത്തിന്റെ പ്രവർത്തനം അവതാളത്തിലായി. പിന്നീട് വർഷങ്ങളോളം അടഞ്ഞുകിടന്ന സ്ഥാപനം വീണ്ടും ജില്ലാ പഞ്ചായത്ത് ഇടപെട്ട് ലക്ഷങ്ങൾ മുടക്കി പ്രവർത്തനം ആരംഭിച്ചു. ഇതും കുറച്ചു നാളുകൾക്ക് ശേഷം നിലച്ചു. നിലവിൽ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള കെട്ടിടം കാട് കയറി മൂടി. ജനൽ ചില്ലുകളും മറ്റും സാമൂഹിക വിരുദ്ധർ നശിപ്പിക്കുകയും ചെയ്തു. ലക്ഷങ്ങൾ വില വരുന്ന നൂൽക്കൽ യന്ത്രങ്ങളും തുരുമ്പെടുത്ത് നാശത്തിന്റെ വക്കിലാണ്. തുരുമ്പെടുത്ത് പ്രവർത്തനരഹിതമായ യന്ത്രങ്ങൾ എടുത്തുമാറ്റി കെട്ടിടം നവീകരിച്ച് മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങൾക്കായി വിട്ടു നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. യന്ത്ര സാമഗ്രികളാണ് ഇവിടെ നശിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കെട്ടിടവും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ കെട്ടിടം നാട്ടുകാർക്കൊരു ബാധ്യതയായി മാറിയിരിക്കുകയാണ്. സാമൂഹിക വിരുദ്ധരുടെ ശല്യം കൂടി വരികയാണ്. അതുകൊണ്ട് ഇവിടെയുള്ള യന്ത്ര സാമഗ്രികൾ എടുത്തു മാറ്റി മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കായി ഈ സാധനം തുറന്നു കൊടുക്കണമെന്നാണ് നാട്ടുകാർ നല്ല പറയാനുള്ളത്. കെട്ടിടം യുവാക്കൾക്ക് ഒത്തുകൂടുവാനായി ക്ലബിന് വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ട് യുവജന സംഘടനാ നേതാക്കൾ ജില്ലാ പഞ്ചായത്തിനെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. നിലവിൽ രാത്രികാലങ്ങളിൽ മദ്യപ സംഘങ്ങളടക്കം കൈയടക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. സിറ്റി വിഷൻ, രാജാക്കാട്. കത്തി നിൽക്കുന്ന വേനൽ ചൂടിൽ ജലസ്രോതസ്സുകൾ വറ്റിവരേണ്ട വെള്ളച്ചാട്ടങ്ങളെല്ലാം അപ്രത്യക്ഷമാകുമ്പോൾ ജലസമൃദ്ധമായി ഒഴുകുന്ന ഒരു പുഴയും വെള്ളച്ചാട്ടവും ഉണ്ട് ഹൈറേഞ്ചിൽ. രാജാക്കാടിന് സമീപം മുക്കുടിയിലാണ് വേനൽക്കാലത്ത് നിറഞ്ഞൊഴുകുന്ന പുഴയുള്ളത്. പൊന്മുടി ജലാശയത്തിലേക്ക് വേനൽക്കാലമാകുന്നതോടെ ആനയിറങ്കൽ ജലാശയത്തിൽ നിന്നും വെള്ളം തുറന്നുവിടുന്നതോടെയാണ് എല്ലാ വർഷവും കടുത്ത ജലക്ഷാമം നേരിടുന്ന സമയത്ത് പന്നിയാർ പുഴ സമൃദ്ധമായി ഒഴുകുക. വേനൽക്കാലമായാൽ കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശങ്ങൾ നിരവധിയാണ് മലയോരത്ത്. എന്നാൽ വേനൽ കടുത്ത് ജലസ്രോതസ്സുകളിൽ വെള്ളം പറ്റി ഇടുക്കിയുടെ മനോഹര കാഴ്ചകളായ വെള്ളച്ചാട്ടങ്ങൾ അപ്രത്യക്ഷമാകും. എന്നാൽ കടുത്ത വരൾച്ചയിലും ഈ വെള്ളച്ചാട്ടവും പന്നിയാർ പുഴയും വേനൽക്കാലത്ത് എക്കാലവും ജലസമൃദ്ധമാണ്. പൊന്മുടി അണക്കെട്ടിന്റെ സപ്പോർട്ട് ഡാമായ ആനയിറങ്കലിൽ നിന്നും പൊന്മുടിയിൽ ജലനിരപ്പ് താഴുന്നതോടെ വെള്ളം തുറന്നുവിടും. മഴക്കാലത്തിന്റെ ആരംഭം വരെ ഇത് തുടരും. അതുകൊണ്ട് തന്നെ കടുത്ത വേനലിൽ എക്കാലവും പന്നിയാർ പുഴ ജലസമൃദ്ധമായിരിക്കും. ഒപ്പം ആസ്വാദനത്തിന്റെ കുളിര് പകർന്നു നൽകുന്ന ഈ വെള്ളച്ചാട്ടവും എപ്പോഴും വെള്ളമുണ്ട്. ഏത് സമയത്തും ആരോട്ടൊന്നും എല്ലാം രാജാക്കാട് നിന്ന് വരെ ആൾക്കാർ കുളിക്കാനും ഇവിടെ ആൾക്കാരുണ്ട്. എപ്പോഴും ടൂറിസ്റ്റ്ക്കാരുണ്ട്. എല്ലാവർക്കും സൗകര്യമായ സ്ഥലം ഇതാണെന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ പറയാനുള്ളത്. കുളിര് പകരുന്ന കാഴ്ച മാത്രമല്ല പന്നിയാർ പുഴ. രാജകുമാരി, രാജാക്കാട്, ശാന്തൻപാറ, സേനാപതി പഞ്ചായത്തുകളുടെ കുടിവെള്ളം കൂടിയാണ്. ഒപ്പം ഈ മേഖലയിലെ കർഷകർക്ക് വേനൽക്കാല കൃഷി പരിപാലനത്തിനുള്ള ഏക ആശ്രയവും. സിറ്റി വിഷൻ, രാജാക്കാട്. ഈസ്റ്ററിനെ വരവേറ്റ് ഈസ്റ്റർ ലില്ലി പൂക്കൾ കൂട്ടത്തോടെ വിരിഞ്ഞു. ഹൈറേഞ്ചിന്റെ ഒട്ടുമിക്ക മേഖലകളിലും ഈസ്റ്റർ ലില്ലികൾ വർണ്ണവസന്തം ഒരുക്കിയിട്ടുണ്ട്. 6ഉം 7ഉം ഇതളുകളുള്ള ചുവപ്പും ഓറഞ്ചും കലർന്ന പുഷ്പങ്ങളാണ് ഈസ്റ്റർ ലില്ലിയുടേത്. ഏപ്രിലിൽ വേനൽ മഴ പെയ്ത് ഇറങ്ങിയതോടെ ഹൈറേഞ്ചിൽ ലില്ലിപ്പൂക്കൾ കൂട്ടത്തോടെ വിടർന്ന കാഴ്ചയുടെ വർണ്ണവസന്തമൊരുക്കുകയാണ്. അടുത്തടുത്ത് നിരനിരയായി വളർന്നു നിൽക്കുന്ന ഈസ്റ്റർ ലില്ലികൾ കാണാൻ വലിയ ചന്തമാണ്. ഏപ്രിൽ ലില്ലി എന്നും ഈസ്റ്റർ ലില്ലി അറിയപ്പെടും. ഹൈറേഞ്ചിന്റെ മലയോര മേഖലകളിൽ കണ്ടുവരുന്ന ഈസ്റ്റർ ലില്ലിപ്പൂക്കൾ വിദേശ ഇനത്തിൽപ്പെട്ട സസ്യമാണ്.
ദക്ഷിണ അമേരിക്കയിലെ ഉഷ്ണമേഖല പ്രദേശങ്ങളാണ് ഇവയുടെ സ്വദേശം. ബാർബഡോസ് ലില്ലി, കൊക്കോവ ലില്ലി എന്നിങ്ങനെയും ഈസ്റ്റർ ലില്ലിക്ക് പേരുകളുണ്ട്. ഉള്ളിയുടേതുപോലുള്ള കാണ്ഡമാണ് ഈസ്റ്റർ ലില്ലിക്കുള്ളത്. ഇതിൽ നിന്നും മുളച്ചു വരുന്ന കുഴലാകൃതിയിലുള്ള തണ്ടുകളിൽ പൂവ് വിരിയും. ഓരോ തണ്ടിലും 2 പൂക്കൾ വീതമുണ്ടാകും. വീടുകളിൽ ഈസ്റ്റർ ലില്ലി അലങ്കാര ചെടിയായി നട്ടുവളർത്തുന്നവരുമുണ്ട്. വർഷം മുഴുവൻ പൂക്കുമെങ്കിലും മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലാണ് ഇവ കൂടുതലായി പുഷ്പിക്കുന്നത്. അതിനാൽ തന്നെയാണ് ഇവയ്ക്ക് ഏപ്രിൽ ലില്ലി എന്നും ഈസ്റ്റർ ലില്ലി എന്നുമൊക്കെയുള്ള പേര് ലഭിച്ചത്. സിറ്റി വിഷൻ, അടിമാലി. ഇടവേള. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. ചോയ്സ് ബിൽഡേഴ്സ്, we provide the joy of a new home. രാജാക്കാട്, ഇടുക്കി. ഫോൺ നമ്പർ 8606560526, 8606820526. ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. Admission started. Montfort Valley School, Murikundoti. Registration for the academic year 2025-26. Classes pre-KG to 9th and +1. For more inquiries, contact the landline 04868 247 421. Mobile 94469 66421. വീണ്ടും വാർത്തയിലേക്ക്. മൂന്നാറിന് അനുവദിച്ച മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ നിർമ്മാണത്തിനായി അനുവദിച്ച ഭൂമിയുടെ കൈമാറ്റം നടപ്പാക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പദ്ധതി നഷ്ടപ്പെടാതിരിക്കാൻ ഹൈക്കോടതി ഇടപെടൽ. പദ്ധതി നഷ്ടമാകാതിരിക്കാൻ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ വിശദീകരിക്കാനാണ് ഹൈക്കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. ആശുപത്രി മൂന്നാറിന് നഷ്ടമാകുമെന്ന് കണ്ട് സെന്റർ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ഭാരവാഹികൾ കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. ദേവികുളം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് സമീപമുള്ള 5 ഏക്കർ റവന്യൂ ഭൂമിയാണ് പദ്ധതിക്കായി അനുവദിച്ചത്. 1 വർഷത്തിനുള്ളിൽ ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയാക്കി കെട്ടിട നിർമ്മാണം ആരംഭിക്കണമെന്നും അല്ലാത്തപക്ഷം ഭൂമി കൈമാറ്റ നടപടികൾ റദ്ദാക്കുമെന്നുമായിരുന്നു 2024 ഏപ്രിലിലെ കരാറിലുണ്ടായിരുന്നത്. എന്നാൽ കരാർ കാലാവധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ആരോഗ്യവകുപ്പ് ഒരു നടപടിയും ആരംഭിച്ചിട്ടില്ല. ഇതോടെയാണ് സ്പെഷ്യാലിറ്റി ആശുപത്രി മൂന്നാറിന് നഷ്ടപ്പെടുമെന്ന ആശങ്ക ഉയർന്നത്. ഈ സാഹചര്യത്തിലായിരുന്നു സെന്റർ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ഭാരവാഹികൾ വിഷയത്തിൽ കോടതിയെ സമീപിച്ചതും പദ്ധതി നഷ്ടമാകാതിരിക്കാൻ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ വിശദീകരിക്കാൻ ഹൈക്കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടതും. കാലങ്ങളായിട്ടുള്ള മൂന്നാറുകാരുടെ ഒരു ആവശ്യമാണ് ഒരു മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യം എന്നുള്ള ഒരു ആവശ്യം. നിർഭാഗ്യവശാൽ നമ്മൾ പല കാലങ്ങളായിട്ട് അത് ഉന്നയിക്കാറുണ്ടെങ്കിലും അത് യാഥാർത്ഥ്യമായിട്ടില്ലായിരുന്നു. എന്നാൽ കഴിഞ്ഞ മെയ് 19-ാം തീയതി സർക്കാർ മൂന്നാറിന് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി അനുവദിക്കുകയും 78 കോടി രൂപ അതിന് അനുവദിച്ചുകൊണ്ട് നിർമ്മാണം 1 വർഷത്തിനകം ആരംഭിക്കുവാനായിട്ടുള്ള ഉത്തരവ് പുറപ്പെടുകയും ചെയ്തിരുന്നു. ഏപ്രിൽ 20-ാം തീയതി അത് പത്രവാർത്തയിലൂടെ വരികയും ആ പദ്ധതി തുടക്കം കുറിക്കപ്പെടുകയും നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്തു. എന്നാൽ നിർഭാഗ്യവശാല് ആ പദ്ധതിയെ ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. 78.25 കോടി രൂപ ചിലവിട്ട് ആശുപത്രി നിർമ്മിക്കാനായിരുന്നു ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. കിഫ്ബിയുടെ സഹകരണത്തോടെ ആശുപത്രി നിർമ്മിക്കാനാണ് സർക്കാർ ഉത്തരവിട്ടിരുന്നത്. പദ്ധതിക്ക് ഗവർണറുടെ അനുമതിയും ലഭിച്ചിരുന്നു. തോട്ടം, ആദിവാസി മേഖലകൾ ഉൾപ്പെടുന്ന മൂന്നാർ മേഖലയിൽ പതിറ്റാണ്ടുകളായി ചികിത്സാ സൗകര്യമില്ല. നിലവിൽ കോട്ടയം, കൊച്ചി, തേനി എന്നിവിടങ്ങളിലെത്തിയാണ് മേഖലയിലുള്ള രോഗികൾ വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുന്നത്. സിറ്റി വിഷൻ, മൂന്നാർ. മൂന്നാർ സെറ്റിൽമെന്റ് നഗറിൽ നിന്നും മാട്ടുപ്പെട്ടി റോഡുമായി ബന്ധിപ്പിക്കുന്ന ബൈപ്പാസ് റോഡ് നവീകരിച്ചു. നവീകരിച്ച റോഡിന്റെ ഉദ്ഘാടനം MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു. മൂന്നാർ പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ വകയിരുത്തിയാണ് റോഡ് നിർമ്മാണം നടത്തിയത്. പ്രദേശവാസികളും വിനോദസഞ്ചാരികളും ഒരേപോലെ ഉപയോഗിക്കുന്ന റോഡാണ് മൂന്നാർ സെറ്റിൽമെന്റ് നഗറിൽ നിന്നും മാട്ടുപ്പെട്ടി റോഡുമായി ബന്ധിപ്പിക്കുന്ന ബൈപ്പാസ് റോഡ്.
ഏറെ നാളുകളായി ഈ റോഡ് തകർന്നു കിടക്കുകയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗം മാർഷ് പീറ്ററിന്റെ നേതൃത്വത്തിൽ മൂന്നാർ പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ വകയിരുത്തിയാണിപ്പോൾ റോഡ് നവീകരണം നടത്തിയിട്ടുള്ളത്. നവീകരിച്ച റോഡിന്റെ ഉദ്ഘാടനം MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു. ഈ പ്രദേശത്ത് എത്രത്തോളം റോഡ് ശൃംഖലകൾ അത് മെച്ചപ്പെട്ട സ്ഥിതിയിലായാലും അത് കൂടുതൽ ഗുണകരമാണ്. ഇവിടെ വരുന്ന മുഴുവൻ ആളുകൾക്കും നാട്ടുകാർക്കും ഒക്കെ പ്രയോജനപ്പെടുന്ന വിധത്തിൽ വളരെ പ്രതീക്ഷാനിർഭരമായ ഒരു പദ്ധതി തയ്യാറാക്കി നടപ്പിലാക്കിയ പഞ്ചായത്ത് ഭരണസമിതിയെ, പ്രത്യേകിച്ച് പഞ്ചായത്ത് മെമ്പർ മുൻ വൈസ് പ്രസിഡന്റ് ഒക്കെ ആയിട്ടുള്ള ശ്രീ പീറ്ററിനെ ഞാൻ പ്രത്യേകമായി, ഇപ്പോഴും വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ പീറ്റർ, അദ്ദേഹത്തെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പദ്ധതിയിൽ അണിചേർന്നിട്ടുള്ള അല്ലെങ്കിൽ ഇത് നടപ്പിലാക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിച്ചിട്ടുള്ള എല്ലാ ആളുകളെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരുക എന്നത് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ചടങ്ങിൽ മുൻ MLA AK മാണി, ഗ്രാമപഞ്ചായത്ത് അംഗം മാർഷ് പീറ്റർ, S വിജയകുമാർ, G മുനിയാണ്ടി, D കുമാർ, C നെൽസൺ എന്നിവർ സംബന്ധിച്ചു. 180 മീറ്റർ ദൂരത്തിൽ 4 മീറ്റർ വീതിയിലാണ് റോഡ് നവീകരിച്ചിട്ടുള്ളത്. സിറ്റി വിഷൻ, മൂന്നാർ. മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രങ്ങളിൽ ഒന്നായ കോട്ടപ്പാറ വ്യൂ പോയിന്റിൽ കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുങ്ങുന്നു. പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ വാച്ച് ടവറിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ലൈറ്റ് ഹൗസ് മാതൃകയിലാണ് വാച്ച് ടവർ നിർമ്മിക്കുന്നത്. കോട്ടപ്പാറ വ്യൂ പോയിന്റിലേക്ക് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുകയാണ് ലക്ഷ്യം. ദിവസവും നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന ഇടങ്ങളിലൊന്നാണ് പള്ളിവാസൽ പഞ്ചായത്ത് പരിധിയിൽ വരുന്ന കോട്ടപ്പാറ വ്യൂ പോയിന്റ്. ദൂരേക്കുള്ള പരന്ന കാഴ്ചകളും കുളിരാർന്ന അന്തരീക്ഷവുമാണ് സഞ്ചാരികളെ കൂടുതലായി ഇവിടേക്ക് ആകർഷിക്കുന്നത്. മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇടത്താവളങ്ങളിലൊന്നായ കോട്ടപ്പാറ വ്യൂ പോയിന്റിൽ കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയാണ്. പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിലെ നേതൃത്വത്തിൽ ഇവിടെ വാച്ച് ടവറിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട്. ലൈറ്റ് ഹൗസ് മാതൃകയിലാണ് വാച്ച് ടവർ നിർമ്മിക്കുന്നത്. കോട്ടപ്പാറ വ്യൂ പോയിന്റിലേക്ക് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുകയാണ് ലക്ഷ്യമെന്ന പഞ്ചായത്ത് പ്രസിഡന്റ് VG പ്രതീഷ് കുമാർ പറഞ്ഞു. പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിൻ്റെ കോട്ടപ്പാറയിൽ ഇപ്പോൾ വികസിച്ചു വരുന്ന ഒരു ടൂറിസം ഡെസ്റ്റിനേഷനാണ്. അവിടെ അടിസ്ഥാന സൗകര്യമൊന്നും തന്നെ ഇല്ല. മാത്രമല്ല അവിടെ കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിന് വേണ്ടി അങ്ങനെ കൂടുതൽ വിനോദസഞ്ചാരികൾ ആളുകൾ അങ്ങോട്ട് വരുവാണെങ്കിൽ, കടന്നു വരുവാണെങ്കിൽ കുരിശുപാറ മേഖലയിൽ ഒരു വലിയ വികസനം ടൂറിസത്തിൻ്റെ ഭാഗമായി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുരിശുപാറ സ്വദേശി AB സുരേന്ദ്രൻ സൗജന്യമായി വിട്ടു നൽകിയ ഭൂമിയിലാണ് വാച്ച് ടവറിന്റെ നിർമ്മാണം നടക്കുന്നത്. വാച്ച് ടവറിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കോട്ടപ്പാറയുടെയും സമീപ പ്രദേശങ്ങളുടെയും കാഴ്ചകൾ കൂടുതൽ ഉയരത്തിൽ നിന്ന് വിശാലമായി കണ്ട് ആസ്വദിക്കാനാകും. വാച്ച് ടവറിനോടനുബന്ധിച്ച് ശുചിമുറികളടക്കം കൂടുതൽ അടിസ്ഥാന സൗകര്യ വർധനവിനും പഞ്ചായത്ത് ലക്ഷ്യമിടുന്നുണ്ട്. സിറ്റി വിഷൻ, മൂന്നാർ. വണ്ടിപ്പെരിയാർ ചോറ്റുപാറ തോട്ടിലേക്ക് അറവ് മാലിന്യമടക്കമുള്ളവ തള്ളുന്നതായി ജനകീയ സമിതിയുടെ പരാതി. നിരവധി കുടിവെള്ള പദ്ധതികളുള്ള പെരിയാർ നദിയിലേക്കാണ് വ്യാപകമായി മാലിന്യം തള്ളുന്നത്. മാംസവിപണന കേന്ദ്രത്തിൽ തന്നെ അറവ് നടത്തുന്നതായും പരാതി. പെരിയാർ നദിയെ മലീമസമാക്കുന്നവർക്കെതിരെ പഞ്ചായത്ത് നടപടിയെടുക്കണമെന്നും നേതൃത്വം ആവശ്യപ്പെട്ടു. വണ്ടിപ്പെരിയാർ ടൗണിലെ മാംസവിപണന കേന്ദ്രങ്ങളിൽ നിന്നുമുള്ള അറവ് മാലിന്യങ്ങൾ പെരിയാർ നദിയുടെ ജലസ്രോതസ്സായ ചോറ്റുപാറ കൈത്തോട്ടിലേക്ക് തള്ളുന്നതായാണ് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർ, ആരോഗ്യ വിഭാഗം, പഞ്ചായത്ത് എന്നിവർക്ക് പരാതി നൽകിയിരിക്കുന്നത്. എന്നാൽ നാളിതുവരെയായിട്ടും ഇത്തരക്കാർക്കെതിരെ നടപടിയുണ്ടാവാത്തതാണ് പ്രതിഷേധത്തിനിടയാക്കുന്നത്. മാംസവ്യാപാര കേന്ദ്രങ്ങളിൽ തന്നെ അറവ് നടത്തുന്നത് മൂലം രക്തം, മൂത്രം, ചാണകം എന്നിവ കൈത്തോട്ടിലേക്കാണ് ഒഴുക്കിവിടുന്നത്. ഇത് സംബന്ധിച്ച് പ്രഥമ നടപടിയെന്ന വണ്ണം ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ പരാതി അറിയിക്കുകയും പിന്നീട് പഞ്ചായത്തിലും ജില്ലാ കളക്ടർക്കും പരാതി നൽകിയെങ്കിലും നടപടികൾ ഉണ്ടായിട്ടില്ല. കൂടാതെ മാംസവ്യാപാര രംഗത്തെ യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് വ്യാപാരം നടത്തുന്നതെന്ന ആരോപണവും ഉയരുന്നുണ്ട്. വണ്ടിപ്പെരിയാർ പഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുമ്പോഴും ചോറ്റുപാറ കൈത്തോട്ടിലേക്കുള്ള മാലിന്യനിക്ഷേപം നിരവധി ജലസ്രോതസ്സുകളുള്ള പെരിയാർ നദിയെ മലീമസമാക്കുന്നതിലൂടെ ജനങ്ങൾ രോഗഭീതിയിലുമാണ്. ഏറെ ഭയാനകമായ ഈ മാലിന്യ നിക്ഷേപത്തിനെതിരെ അടിയന്തര നടപടികൾ ഉണ്ടാവണമെന്ന് UDF നേതൃത്വം ആവശ്യപ്പെട്ടു. ചോറ്റുപാറയിൽ നിന്ന് ആരംഭിച്ച് വണ്ടിപ്പെരിയാർ നദിയിൽ അവസാനിക്കുന്ന തോട് എക്കാലവും ചർച്ചാ വിഷയമായിട്ടുള്ള സംഭവമാണ്. അത് അവിടെ താമസിക്കുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ
സ്ഥാപനങ്ങൾക്കോ എതിരായിട്ടല്ല ഞങ്ങൾ വർത്തമാനം പറയുന്നത്. ശുചീകരണത്തിന്, അതായത് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ നേരിട്ട് ക്ലോസറ്റിൽ നിന്ന് പൈപ്പ് ആ തോട്ടിലേക്ക് വെച്ചിരിക്കുന്നു എന്നുള്ള ആക്ഷേപത്തിന് ഒരു 40 വർഷത്തിന് മേളിൽ പഴക്കമുണ്ട്. അതുപോലെ തന്നെ ഈ ആശുപത്രികളിലെ മാലിന്യം, അതുപോലെ തന്നെ ആടുമാടുകളുടെ മാലിന്യം, മറ്റ് മലിനജലങ്ങൾ വന്നു ചേരുന്നതെല്ലാം ആ തോട്ടിൽ ചേർന്നിട്ട് ഇതെല്ലാം വന്നു ചേരുന്നത് വണ്ടിപ്പെരിയാർ നദിയിലാണ്. നമ്മുടെ പാലത്തിന് സമീപം, RC ചർച്ചിന് സമീപം അത് വണ്ടിപ്പെരിയാർ നദിയിൽ വന്നു ചേരുമ്പോൾ ആ നദിക്ക് കീഴെ ഞങ്ങൾ എപ്പോഴും പറയുന്നത് പോലെ 12ഓളം ജലവൈദ്യുത പദ്ധതികളുണ്ട്, കുടിവെള്ള പദ്ധതികൾ. പെരിയാറിനെ മലീമസമാക്കരുത് എന്നൊരു ക്യാമ്പയിൻ തന്നെ നടത്തിയ അധികൃതർ ഈ മാലിന്യ നിക്ഷേപങ്ങൾക്കെതിരെ കണ്ണടയ്ക്കുകയാണെന്നും UDF നേതാക്കളായ TH അബ്ദുൾ സമദ്, KS സിദ്ദിഖ്, K ഉദയകുമാർ, നജീബ് തേക്കിൻകാട്ടിൽ, അലൈസ് വാരിക്കാട്ട് എന്നിവർ ആരോപിച്ചു. സിറ്റി വിഷൻ, വണ്ടിപ്പെരിയാർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മൂന്നാറിൽ വീണ്ടും നിയമലംഘന യാത്ര. സാമൂഹ്യവിരുദ്ധർ വാഹനം തകർത്ത് പണം അപഹരിച്ചതായി പരാതി. ഇടുക്കിയിൽ 1.5 വയസ്സുള്ള കുട്ടി ബക്കറ്റിലെ വെള്ളത്തിൽ വീണ് മരിച്ചു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. സീമ സിൽക്സ്, പുളിയൻമല റോഡ്, കട്ടപ്പന. ഫോൺ 8921228651. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം.